ഇപ്പോൾ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പ്രത്യേകിച്ച് പെട്രോളിൽ എഥനോൾ ചേർക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ആവശ്യമായ എഥനോൾ ഇവർ ഉത്തരേന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്, ഇവിടെയും നിർമ്മിക്കാമെന്നാണ്. അതായത് എഥനോൾ നിർമ്മിക്കാൻ ആവശ്യമായ എന്ത് കാർഷികോൽപ്പന്നങ്ങളാണ് കേരളത്തിൽ ലഭ്യമാവുന്നത്? അതായത് കാർഷിക മേഖലയ്ക്ക് കൂടി ഗുണകരമാണ് എന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് അവർ ENA ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബ്രോക്കൺ റൈസ്, അതുപോലെ വെജിറ്റബിൾ വേസ്റ്റ്, ഇതിൽ നിന്നൊക്കെയാണ് കാര്യമായിട്ട് അവർ എഥനോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ കൂടെ ചോളം അതുപോലെ ഉള്ള ചില സംഗതികൾ കൂടി ചേർത്തുകൊണ്ടാണ് അവരങ്ങനെ 3-4 ഐറ്റം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഉത്തരവിലും എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ആ ഉത്തരവിന്റെ അടുത്ത വാചകം കൂടി അജിനസ് വായിച്ചാൽ കൃത്യമായിട്ട് ഇതിലിപ്പോ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയത്തിന്റെയോ പ്രശ്നമില്ല. കാരണം എന്താ, പരിസ്ഥിതി മന്ത്രാലയവുമായി ബന്ധപ്പെട്ട എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് വാചകം കൃത്യമായിട്ട് തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. പരിസ്ഥിതി മന്ത്രാലയം ആരുടേതാണ്? കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അത് നൽകുന്ന എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടേ പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഇവിടെ ചോദിക്കുന്നത് പ്രധാനമായിട്ടും ഇത് രാജഭരണമല്ല, ടെൻഡർ വേണ്ടേ? ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് ടെൻഡർ വിളിക്കാറുണ്ടോ? ഒരു വ്യവസായി ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ചാൽ അയാൾ അതിനാവശ്യമായ ഭൂമി കണ്ടെത്തുന്നു. ഇനി അയാൾക്ക് ഭൂമി ഇല്ലെങ്കിൽ കിൻഫ്ര പാർക്കുന്നോ മറ്റോ ഭൂമി, അതിനാണെങ്കിൽ ടെൻഡർ ക്ഷണിക്കണം, അല്ലെങ്കിൽ താല്പര്യപത്രം ക്ഷണിക്കണം. ഇവിടെ സ്വന്തമായിട്ടൊരു ഭൂമി കണ്ടെത്തി അതിലൊരു വ്യവസായ സംരംഭം ആരംഭിക്കാൻ വരുമ്പോൾ ഗവൺമെന്റ് എന്തിനാ അതിൽ ടെൻഡർ ക്ഷണിക്കേണ്ടത്? ഇപ്പൊ എത്ര വ്യവസായങ്ങൾ കേരളത്തിൽ വന്നു. ഗ്രഫീൻ വ്യവസായം ഇന്ത്യയിൽ എവിടെയും ഇല്ല, കേരളത്തിലാണ് ആരംഭിക്കുന്നത്. എറണാകുളത്ത് കളമശ്ശേരിയിലാണ് ആരംഭിക്കാൻ പോകുന്നത്. നമ്മൾ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടോ? അതിന് ഒരു സംരംഭകം വരികയാണ്, അയാൾ തുടങ്ങുകയാണ്. ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ, ആ വന്ദേ ഭാരത് ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം അടിക്കാനുള്ള പലക, അതിന്റെ മെറ്റീരിയൽ അത് നിർമ്മിക്കുന്ന ഒരു കമ്പനി കഴിഞ്ഞ മാസം കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥൻ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നുള്ള ഒരാളാണ്. നമ്മൾ ടെൻഡർ ക്ഷണിച്ചിട്ടാണോ അദ്ദേഹം വന്നത്? അദ്ദേഹം കാസർഗോഡ് കുമ്പളയിൽ സ്ഥലം കണ്ടെത്തി, ഭൂമി കണ്ടെത്തി ഈ വന്ദേ ഭാരതിനുള്ള പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന മെറ്റീരിയൽ നിർമ്മിക്കാനുള്ള ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നു. അതിനുള്ള ലൈസൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ടെൻഡർ ക്ഷണിക്കേണ്ട കാര്യമില്ല. നമ്മൾ IT പാർക്കുകളിൽ IBM വന്നില്ലേ, ലോകോത്തരമായ കമ്പനിയല്ലേ IBM. നമ്മൾ ടെൻഡർ ക്ഷണിച്ചിട്ടാണോ അവർ വരുന്നത്? നമ്മൾ IT പാർക്ക് ഉണ്ടാക്കി മദ്യനിർമ്മാണത്തിലുള്ള ENA പരിഗണിച്ചു നൽകി. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ നിർമ്മിക്കണം, വിദേശ മദ്യം കേരളത്തിൽ നിർമ്മിക്കണം എന്ന് നയം മാറാനുള്ള കാരണം എന്താണ്? ഇപ്പോ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇത് ഇപ്പൊ തന്നെ 2 ബ്രൂവറി ഉണ്ട്, 8 ഡിസ്റ്റിലറികളുണ്ട്, 10 ബോട്ട്ലിംഗ് ആൻഡ് ബ്ലെൻഡിംഗ് യൂണിറ്റുകളുണ്ട്. ഇവക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള അസംസ്കൃത വസ്തുവാണ് ENA. കഴിഞ്ഞ വർഷം മാത്രം 9,26,00,000 ലിറ്റർ എത്തനോളാണ്, 9.26 കോടി ലിറ്റർ എത്തനോളാണ് കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത്.